കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാപ്പിഴവിനെ തുടർന്ന് രോഗി മരിച്ചു. വാണിമേൽ സ്വദേശി പറമ്പത്ത് റിജിത്താണ് മരിച്ചത്. ഇടത് വൃക്കയിലെ കല്ലിന് വലതുപക്ഷത്ത് ശസ്ത്രക്രിയ ചെയ്യുന്ന വിചിത്ര നടപടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്നത്. ഇപ്പോൾ ഇതാ വിവരങ്ങളുമായി ലതീഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ലതീഷ്, നാട്ടുകാരുടെ കുടുംബത്തിൻ്റെ, മരിച്ച ആളുടെ കുടുംബത്തിൻ്റെ ഒക്കെ വലിയ പ്രതിഷേധം എന്താണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സംഭവിക്കുന്നത്? അജിംഷാദ്, ചികിത്സാ പിഴവിനെ തുടർന്ന് യുവാവ് മരിച്ചു എന്നാണ് കുടുംബം നൽകിയ പരാതിയിൽ പറയുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 6-നാണ് ആദ്യ സർജറി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്നത്. വൃക്കയിലെ കല്ല് നീക്കം ചെയ്യുന്നതിന് വേണ്ടി കീഹോൾ ശസ്ത്രക്രിയ നടന്നത്. ഇടതുഭാഗത്ത് വേദന അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് റിജിത്ത് ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. എന്നാൽ സർജറി നടത്തിയത് വലതുഭാഗത്താണെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. വീണ്ടും ഏപ്രിലിൽ ആശുപത്രിയിൽ വന്ന ഘട്ടത്തിൽ ഇവരുടെ അനുമതി ഇല്ലാതെ വീണ്ടും സർജറി നടത്തിയെന്നും ബന്ധുക്കൾ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും അതേപോലെ തന്നെ മെഡിക്കൽ കോളേജ് പോലീസിനും ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട്. ബന്ധുക്കൾ ഇപ്പോൾ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ഇന്ന് രാവിലെയാണ് റിജിത്ത് മരിച്ചത്. എന്താണ് സംഭവിച്ചതെന്നാണ് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയത്? എന്ത് സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്? ചികിത്സാ പിഴവുകൊണ്ടാണ് സംഭവിച്ചതെന്നുള്ളത് കുറച്ച് ബോധ്യമുണ്ട്. കാരണം മലബാർ ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് മുറിവ് പറ്റിയിട്ടുണ്ട്, അതിനെ ഇവർ ചികിത്സിച്ചില്ല. ആ പഴുപ്പ് ഇവർ മാറ്റി തന്നില്ല. ആ പഴുപ്പ് മാറ്റാണ്ടാണ് രണ്ടാമത്തെ സർജറി ചെയ്യുന്നത്. പകുതി ചെയ്തിട്ട് ഇൻഫെക്ഷൻ ആയ ശേഷമാണ് ഇവർ ICUലേക്ക് വീണ്ടും മാറ്റുന്നത്. രണ്ടാമത്തെ സർജറി ഈ ക്ലിയർ ആയിട്ടില്ല, ഇതുവരെ കല്ല് ക്ലിയർ ആയിട്ടില്ല. അത് ഇപ്പോഴത്തെ ലാസ്റ്റ് സ്കാനിങ് നോക്കി അറിയാം. അത് മലബാർ ഹോസ്പിറ്റൽ ഡോക്ടർ അവിടെ നിന്ന് CT സ്കാൻ എടുക്കുകയും ചെയ്തിട്ടുണ്ട്, MRI സ്കാനിങ് എടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞ് കല്ലൊന്നും ക്ലിയർ ആയിട്ടില്ല, കല്ലൊക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഇവരെന്താ ചെയ്തത് ഇപ്പോൾ ബാധിച്ചിട്ട് എന്താണ് ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ ആൾക്കാരും നാട്ടുകാരും ബന്ധുക്കളൊക്കെ ഉണ്ട്. അവരെന്ത് ചെയ്യുന്നതല്ല, അവർ പറഞ്ഞാൽ DMOൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യണം. DMO ഹോസ്പിറ്റലിൽ നിന്ന് മറുപടി കിട്ടിയ ശേഷം മാത്രം ബോഡി ഇൻക്വസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചാൽ മതി. അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ബോഡി മോർച്ചറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞങ്ങളോട് ഇരിക്കുന്നത് നീതി ലഭിക്കണം അല്ലേ? നീതി ലഭിക്കണം, കുടുംബത്തിന് നീതി ലഭിക്കണം. ഇനിയൊരു ആൾക്കാർക്ക് ഇങ്ങനെ അപകടം സംഭവിക്കാൻ പാടില്ല. ഡോക്ടർമാർ അനാസ്ഥ ഉണ്ടാകാൻ പാടില്ല. എന്ത് സംഭവിച്ചാലോ തിരുത്തി എടുക്കാനുള്ളൊരു ശ്രദ്ധ ഇവരുടെ ഭാഗത്തുണ്ടാവണം. അത്രയും പറയുന്നത്. ജിംഷാദ്, DMO എത്തിക്കഴിഞ്ഞ ശേഷം പോസ്റ്റ്മോർട്ടത്തിന് അനുമതി നൽകുമെന്നാണ് ബന്ധുവായ ഷിബു നമ്മോടിപ്പോൾ വ്യക്തമാക്കിയത്. എന്തായാലും ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ പിഴവ്, യൂറോളജി വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ പിഴവിനെ തുടർന്നാണ് റിജിത്ത് മരിച്ചതെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും മുരളീധരൻ ആരോഗ്യമന്ത്രിയായ ശേഷം UDF അധികാരത്തിൽ വന്ന് ഏതാണ്ട് ഒരു മാസം തികയുന്നതിന് മുമ്പ് തന്നെ നിരവധി ചികിത്സാ പിഴവുകളാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്നത്. മഞ്ചേരിയിൽ ഒരു സ്ത്രീയുടെ ഞരമ്പ് മുറിക്കുന്നു ശസ്ത്രക്രിയക്കിടെ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണെങ്കിൽ ICUവിലായിരുന്ന ആളുടെ കാലിൽ പുഴുവരിക്കുന്നു. ഒപ്പം കട്ടിൽ നിന്ന് വീണ് ഒരു രോഗി മരിക്കുന്നു. ഇങ്ങനെ ഗുരുതരമായ വീഴ്ചകളാണ്. ഇതാ നോക്കൂ, ഇടതുഭാഗത്തെ വൃക്കയ്ക്ക് പകരം വലതുഭാഗത്തെ വൃക്ക ശസ്ത്രക്രിയ ചെയ്യുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. ഇതൊക്കെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെക്കുറിച്ച്. സമഗ്ര വിവരങ്ങളാണ് ഇപ്പോൾ ലതീഷ് നൽകിയത്.